നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും 100 കണക്കിന് കുരുന്നുകളാണ് എത്തിയത്. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നീട് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകി ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 15 വരെ നടത്തും. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും 100 കണക്കിന് കുരുന്നുകളാണ് എത്തിയത്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ 3 മണി മുതൽ നട തുറന്നു. നവരാത്രി മഹോത്സവ നാളിലെ രഥോത്സവവും എഴുത്തിനിരുത്തൽ ചടങ്ങിനുമായി മലയാളികൾ ഉൾപ്പെടെ 10,000ങ്ങളാണ് കൊല്ലൂരിൽ എത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നീട് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രനെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലയിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വാരിയേഴ്സ് പുല്ലൂരിന്റെ 1ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വച്ചാണ് പരിപാടി നടന്നത്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകി ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 15 വരെ നടത്തും. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾ പിന്നിട്ടു. ഭരണഘടന നിലവിൽ വന്ന് 3/4 നൂറ്റാണ്ടും പിന്നിട്ടു. പ്രതീക്ഷിച്ച നിലയിൽ പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ ഉന്നമനം കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്താകെ പാർശ്വവൽക്കൃത വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ 25.6% പട്ടികവർഗ വിഭാഗക്കാർ. ബജറ്റിൻ്റെ 6.3% മാത്രമാണ് കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്നത്. 25.6% ഉള്ളപ്പോൾ ബജറ്റിൽ നീക്കിവെക്കുന്നത് 5.3% മാത്രം. ഇവിടെയാണ് വേറിട്ട് നിൽക്കുന്ന കേരളത്തെ കാണാൻ കഴിയുന്നത്. കേരള ജനസംഖ്യയുടെ 9.1% പട്ടികജാതിക്കാർ, 1.45% പട്ടികവർഗക്കാർ. പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. E. ചന്ദ്രശേഖരൻ MLA സ്വാഗതവും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ IAS നന്ദിയും പറഞ്ഞു.
വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൗശികൻ IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ M രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജി മാത്യു, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുബണ്ണ ആഴ്വ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS, പിന്നോക്ക ക്ഷേമ വകുപ്പ് ഡയറക്ടർ മിഷാൽ സാഗർ IAS, കിർട്ടാട്സ് ഡയറക്ടർ ബിന്ദു S എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും 100 കണക്കിന് കുരുന്നുകളാണ് എത്തിയത്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ 3 മണി മുതൽ തന്നെ നട തുറന്നു. നവരാത്രി മഹോത്സവ നാളിലെ രഥോത്സവവും എഴുത്തുനിരുത്തൽ ചടങ്ങിനുമായി മലയാളികൾ ഉൾപ്പെടെ 10,000-ങ്ങളാണ് കൊല്ലൂരിലെത്തിയത്. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇക്കുറിയും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 100 കണക്കിന് കുരുന്നുകളാണ് എത്തിയത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. സരസ്വതി മണ്ഡപത്തിലും സമീപ പ്രദേശങ്ങളിലുമായാണ് എഴുത്തുനിരുത്തൽ ചടങ്ങ് നടന്നത്. 20ഓളം പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നത്. നവരാത്രി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ രഥോത്സവം കഴിഞ്ഞ ദിവസം ഭക്തിയുടെ നിറവിൽ നടന്നു. രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന് കൊല്ലൂരിൽ പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലൂർ. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി കുരുന്നുകളാണ് ദേവീ സന്നിധിയിലെത്തിയത്. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് ദേവീ സന്നിധിയിലെത്തിയത്. ദേവീ സന്നിധിയിൽ വൻ ഭക്തജന തിരക്കാണ് വിജയദശമി നാളിൽ അനുഭവപ്പെട്ടത്. വിഭവസമൃദ്ധമായ അന്നപ്രസാദവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂഞ്ഞിയിൽ ദ്യുതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. 2 കൊമ്പുകളുള്ള ഗണപതിയുടെ നൂതന പ്രതിഷ്ഠ നടന്ന മടിക്കൈ കീക്കാങ്കോട്ട് ഗണപതിയാർ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം 3 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടെയാണ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ കുട്ടികളെ ഹരിശ്രീ എഴുതിച്ചു. ഗണപതി ഹോമം, ഗ്രന്ഥപൂജ, വാഹനപൂജ, ഭജന, വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഒക്ടോബർ 1 മുതൽ ബുധനാഴ്ച മഹാനവമി ദിനത്തിൽ ഹോമകുണ്ടത്തിൽ സമർപ്പണം, വാഹനപൂജ, മഹാപൂജ, തുലാഭാരം എന്നിവ നടന്നു. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഒക്ടോബർ 1 ബുധനാഴ്ച മഹാനവമി ദിനത്തിൽ ഹോമകുണ്ടത്തിൽ സമർപ്പണം, വാഹനപൂജ, മഹാപൂജ, തുലാഭാരം എന്നിവ നടന്നു. വിജയദശമി ദിനത്തിൽ ഗ്രന്ഥമെടുപ്പ്, വിദ്യാരംഭം, പ്രസാദം സ്വീകരിക്കൽ, മഹാപൂജ എന്നിവയും നടന്നു. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമൻ നവരാത്രി മഹോത്സവത്തിന് കാർമ്മികത്വം വഹിച്ചു. നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്ര സന്നിധിയിൽ എല്ലാ ദിവസവും ദേവി മഹാത്മ്യ പാരായണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മോനാച്ച ഭഗവതി ക്ഷേത്രം നവരാത്രി ഉത്സവം ഭക്തിയുടെ നിറവിൽ 3 ദിവസങ്ങളായി നടന്നു. ആയുധപൂജ, വാഹനപൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭം ചടങ്ങുകൾ ഭക്തിയുടെ നിറവിലാണ് നടന്നത്.
മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായി നവരാത്രി ഉത്സവം ഭക്തിയുടെ നിറവിൽ 3 ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളോടെയും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആയുധപൂജ, വാഹനപൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭം എന്നീ ചടങ്ങുകളും ക്ഷേത്രം മാതൃസമിതിയിലെ 21 അംഗങ്ങൾ അണിനിരുന്ന ഭക്തിഗാനസുധ അരങ്ങേറ്റവും നടന്നു. നമ്മൾ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ രൂപീകരിച്ചൊരു ട്രൂപ്പാണിത്. അപ്പൊ ആദ്യത്തെ ഭജന ഈ ദേവിയുടെ നടയിൽ തന്നെയാണ്. വല്ല തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പൊറുക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ മുഴുവൻ അർച്ചനയും ദേവിയുടെ തൃപ്പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ്. അതോടൊപ്പം പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ കലാമണ്ഡലം സൗമ്യ ബി കൃഷ്ണയുടെ മോഹിനിയാട്ടം, ഹൃദ്യാരാജന്റെ ഭരതനാട്യം, എം ജിഷയുടെ കേരള നടനവും ദാമോദരൻ മോനാച്ചയും സംഘവും അണിനിരന്ന കാലിച്ചാനടുക്കം ദൃശ്യകലാവേദിയുടെ കൃഷ്ണകുചേല പുനഃസമാഗമം, ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു. ക്ഷേത്രം മേൽശാന്തി ഹരിനമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് PV ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, സെക്രട്ടറി M സജിത്ത്, ജോയിന്റ് സെക്രട്ടറി രവി കണ്ണോത്ത്, ട്രഷറർ PV ചന്ദ്രൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ M പ്രമോദ് പണിക്കർ, മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി ബീന എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ നവരാത്രി പൂജ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ദേവീരഥം എഴുന്നള്ളത്തും നടന്നു. ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടി ദേവീരഥം എഴുന്നള്ളത്ത് നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. രാവണേശ്വരം കളരിക്കൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത്. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജയും കുരുന്നുകൾക്കായുള്ള വിദ്യാരംഭ ചടങ്ങും ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ പെരിഗമന ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. നിരവധി ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്ര നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിച്ചേർന്നത് നിരവധി പിഞ്ചു കുരുന്നുകളാണ്. കൊളവയിൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്ര നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു.
സെപ്റ്റംബർ 30 ഗ്രന്ഥം വയ്ക്കലും ദീപാരാധനയും, ഒക്ടോബർ 1 ആയുധപൂജയും ദീപാരാധനയും, ലക്ഷ്മി പൂജ, പുറംബലി, ശാക്തേയ പൂജ, പ്രസാദ വിതരണം എന്നിവയും നടന്നു. ഒക്ടോബർ 2 വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ സരസ്വതി പൂജ നടന്നു. തുടർന്ന് പിഞ്ചുകുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഹരിശ്രീ കുറിക്കൽ വിദ്യാരംഭ ചടങ്ങും നടന്നു. ക്ഷേത്ര പൂജാരി KV രാഘവൻ അടിമയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തുടർന്ന് അടോട്ടെ രവീന്ദ്രൻ കുളവയൽ ആധ്യാത്മിക രാമായണ പാരായണം നടത്തി. തുടർന്ന് അന്നപ്രസാദ വിതരണവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് TP കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി കൊട്ടൻകുഞ്ഞി അടിമയിൽ, ഗജാൻജി KV ദാസൻ അടിമയിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി കോവിലകം ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. വിഷ്ണു ഏമ്പ്രാന്തരി എഴുത്തിരുത്തൽ ചടങ്ങിന് നേതൃത്വം നൽകി. അരയി കോവിലകം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാനായി എത്തിയത്. വിഷ്ണു എമ്പ്രാന്തിരി എഴുത്തിനിരുത്തൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. നിരവധി ആളുകളാണ് വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, അരയി. ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദിനൂർ പരത്തിച്ചാൽ പേക്കടം പാതയോര ശുചീകരണം നടത്തി സുന്നി യുവജന സംഘം, സാന്ത്വനം ക്ലബ്ബും സാമൂഹിക പ്രവർത്തകരും. കേരള മുസ്ലിം ജമാഅത്ത് ദശവാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് പാതയോരം ശുചീകരിച്ചത്. ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് മുതൽ നൂറുൽ ഹുദ മസ്ജിദ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വള്ളിപ്പടർപ്പുകളും കാടുകളും SYS സാന്ത്വനം ക്ലബ്ബ് അംഗങ്ങളും പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരും ചേർന്നാണ് ശുചീകരിച്ചത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് കേരളം ഒട്ടുക്കും SYS ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ശുചീകരണം നടത്തുവാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായി ഉദിനൂർ യൂണിറ്റ് SYS, കേരള മുസ്ലിം ജമാഅത്ത്, SSFും SBSും ചേർന്ന് നമ്മുടെ പരത്തിച്ചാൽ ഉദിനൂർ ഭാഗത്തെ റോഡിൻ്റെ ഇരുവശങ്ങളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ച മറക്കുന്ന തരത്തിൽ ഉദിനൂർ പരത്തിച്ചാൽ റോഡിൽ വാഹനാപകടങ്ങൾക്ക് പോലും സാധ്യത വയ്ക്കുന്ന തരത്തിലാണ് കാട് മൂടിക്കിടക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് MTP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട്, നിസാർ മിസ്ബാഹി, AG ഖമറുദ്ദീൻ, TC മുസമിൽ, റസാഖ് പുഴക്കര, M സമീർ, TK ഹനീഫ, AG താജുദ്ദീൻ, മുനീർ മിസ്ബാഹി, ഇബ്രാഹിം അമാനി, ഹംസ മൗലവി പിലാവളപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ചരിത്രത്തിൽ നിന്നും മായ്ക്കുന്നതിനുള്ള ഗൂഢശ്രമം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുകയാണെന്ന് KPCC സെക്രട്ടറി M അസിനാർ. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ചരിത്രത്തിൽ നിന്നും മായ്ക്കുന്നതിനുള്ള ഗൂഢശ്രമം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുകയാണെന്നും ഇതിനെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ശക്തികൾ ഒന്നിച്ച് പോരാട്ടം നടത്തണമെന്നും KPCC സെക്രട്ടറി M അസിനാർ പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ത്യാഗപൂർണമായ സമരചരിത്രം ഇല്ലാതാക്കാൻ ഭരണകൂടം നടത്തുന്ന ശ്രമം പാഴ്വേലയായി അവസാനിക്കുമെന്ന് മഹാത്മാഗാന്ധിയുടെ 156ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മഹാനായ ബാപ്പുജിയെ നിന്ദിക്കാനും ബാപ്പുജിയെ മ്ലേച്ഛമായി ചിത്രീകരിക്കാനും ജനമനസ്സുകളിൽ നിന്നും മഹാനായ ബാപ്പുജിയുടെ ചിന്തകളെയും ഓർമ്മകളെയും ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്തരം ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഭാഗമായിട്ടാണ് പതിവിന് വിപരീതമായി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ഗാന്ധിജിയുടെ ജന്മദിനം വിപുലമായി ഇന്ത്യൻ സമൂഹം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള തിരിച്ചടി എന്ന നിലയിലാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ജില്ലയിൽ 6-ാം തീയതിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്ന് കേരളത്തിലൊട്ടാകെ പാലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള മാനിഷാദ എന്ന പരിപാടിയിൽ അരുതേ കാട്ടാള എന്ന സന്ദേശം
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് കോട്ടർച്ചാൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KP മോഹനൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ, നേതാക്കളായ വിനോദ് ആവിക്കര, ഡോക്ടർ ടിറ്റോ ജോസഫ്, സിജോ അമ്പാട്ട്, പ്രവീൺ തോയമൽ, T കുഞ്ഞികൃഷ്ണൻ, പ്രമോദ് K റാം, ഷിബിൻ ഉപ്പിലിക്കൈ, MK ബാബുരാജ്, സോണി ചെമ്മട്ടംവയൽ, അരവിന്ദാക്ഷൻ, ലക്ഷ്മണൻ, K അലാമി, നിയാസ് ഹോസ്തുർഗ തുടങ്ങിയവർ സംസാരിച്ചു. രവീന്ദ്രൻ K സ്വാഗതവും അച്യുതൻ മുറിയനാവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. സ്വച്ഛതാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി 2 ആഴ്ചകളായി നടന്നു വരുന്ന ശുചീകരണ യജ്ഞം പരിപാടികൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ സമാപനം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികളെ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ആദരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കാസർഗോഡ് ജില്ലാ ബദിര അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരം ശുചീകരിച്ചു. ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് സേവന ദിന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV വിജയൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അർപ്പിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ സന്ദേശം വിസ്മരിക്കുമ്പോഴാണ് രാജ്യത്ത് അസഹിഷ്ണുത കൂടി വരുന്നതെന്നും അഹിംസയും സത്യവും സഹനവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമ്പോഴാണ് ഗാന്ധി ജയന്തി ആഘോഷം അർത്ഥപൂർണമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളായാലും അതോടൊപ്പം പൊതു സ്ഥലങ്ങളായാലും ശുചീകരണവും അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനത്തിനായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മുടെ രാജ്യത്തെമ്പാടും വലിയ രീതിയിൽ വിപുലമായ രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധിയുടെ ഈ ജയന്തി ദിനത്തിന് ഭാഗമായിട്ട് നടന്നു വരുന്നത്. പല മേഖലയിൽ പല രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലെമ്പാടും പണ്ടുകാലം മുതൽ തന്നെ സേവനമാണ് പ്രധാനമായും. ഗാന്ധിയുടെ സേവനങ്ങൾ സ്മരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ നാടുകളിലേക്ക് മുഴുവനായി നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലേക്ക് ഗാന്ധിയെ സ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സ്കൂളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും മറ്റു പൊതു സ്ഥലങ്ങളിലൊക്കെ
വിവിധരായിട്ടുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ, വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ, മറ്റ് പൊതുവായിട്ടുള്ള ആളുകളൊക്കെ നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ഈ സേവനവാരമായി ആചരിക്കുന്ന ഈ കാലയളവിൽ നടന്നു വരുന്നത്. എന്തായാലും ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുത്തുകൊണ്ട് സന്നദ്ധരായിട്ടുള്ള ആളുകൾ, ഇന്നിപ്പോൾ ഇവിടെ ക്ലീനിങ് ചെയ്യാമെന്ന് തീരുമാനിച്ച ആളുകൾ, അതിൻ്റെ ട്രിഫാൻഡം ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജില്ലാ ബദിര അസോസിയേഷൻ രക്ഷാധികാരിയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ജോഷിമോൻ KT അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് K സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V ഗീത, മെമ്പർമാരായ ഷക്കീല ബഷീർ, ദാമോദരൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗം ഗോകുലാനന്ദൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V ഗീത സ്വാഗതവും ഡെഫ് അസോസിയേഷൻ സെക്രട്ടറി സൈഫുദ്ദീൻ S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024 ജനുവരി മാസം 8-ാം തീയതി നേതൃത്വം ഏറ്റെടുത്ത ഭരണസമിതി, അതിനുശേഷം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതലത്തിലുള്ള ഒരു സാമ്പത്തിക വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഈ വാർഷിക ജനപൊതുയോഗം ചെയ്തത്. നമുക്കെവർക്കും അറിയുന്നതുപോലെ ലോക സാമ്പത്തിക അവസ്ഥ, സമ്പദ്ഘടന വലിയ രൂപത്തിലുള്ള ബഹുമുഖമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നു. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി VV ലേഖ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. VV രമേശൻ, കൃഷ്ണൻ അത്തിക്കോത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് V ഗിനീഷ് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. 1000-ലധികം പേർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് മുഴുവൻ സഹകാരികളും രംഗത്തിറങ്ങണമെന്ന് പൊതുയോഗം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ 1ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ചാണ് പരിപാടി നടന്നത്. എക്സ് വാരിയേഴ്സ് പുല്ലൂർ 1ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബ്രിഗേഡിയർ KN പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നന്മ ചെയ്ത് വാഴണം, നല്ല ചിന്തയേകണം, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിലുള്ള ഒരു വിശ്വാസം. അത് വളർത്തിയെടുക്കുക. ഏതെങ്കിലും ഒരു തന്നെ ഒരു നല്ലത് തെറ്റുന്നത് എനിക്കിതെൻ്റെ എൻ്റെ ഒരു എന്തായാലും പറയാം, ഒരു മനസാക്ഷി കുത്തും, ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ മനസാക്ഷി കുത്ത് എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയും. ഞാൻ കുറേ നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയാൽ അത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ കുട്ടികളെയോ വേറെ കുട്ടികളെയോ അവരോട് നന്നായിട്ട് വളർത്തുക. കാരണം ഒരു വല്യച്ഛൻ പറഞ്ഞാൽ, ഒരു അമ്മമ്മ പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കും. അമ്മമാരും അച്ഛന്മാരൊക്കെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. ഇവിടെയെങ്കിലും എന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, 90 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളോടൊരു ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാം എന്നുള്ളൂ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്യുന്ന കാര്യം ഒരു കൂട്ടായ്മ, വിവിധ എക്സ് സർവീസ്മെൻ ഓർഗനൈസേഷൻ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ വൈസ് പ്രസിഡന്റ് രാജൻ ഇക്കാൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ആടലും പാടലും എന്ന പേരിലും ഓട്ടവും ചാട്ടവും എന്ന പേരിലും പരിപാടികൾ സംഘടിപ്പിച്ചു. രക്ഷാധികാരി കൃഷ്ണൻ V കുട്ടികൾക്ക് അനുമോദനം നൽകി. വനിതാ വിംഗ് പ്രസിഡന്റ് രമാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി ബാബുരാജ് M സ്വാഗതവും ട്രഷറർ പ്രഭാകരൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമായണ മാസത്തിൽ വീടുകളിൽ രാമായണ പാരായണം നടത്തിയവരെ ആദരിച്ചു.
കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയും കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ശ്രീ സർവ്വജനിക ഗണേശോത്സവ സമിതിയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊളവയൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടന്നത്. കൊളവയൽ ശ്രീ രാജേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി ആഘോഷത്തിന്റെ 9ാം ദിനമായ ദുർഗാഷ്ടമി നാളിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത്. കഴിഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം ക്ഷേത്രങ്ങളിൽ നിന്നും ഭവനങ്ങളിലേക്ക് എന്ന സന്ദേശത്തോടുകൂടി തുടർച്ചയായി 31 ദിവസം വീടുകളിൽ രാമായണ പാരായണം നടത്തിയ കുടുംബങ്ങളെയാണ് ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആദരിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയും കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ശ്രീ സർവ്വജനിക ഗണേശോത്സവ സമിതിയും സംയുക്തമായി നടത്തിയ ആദരിക്കൽ വീടുകളിൽ രാമായണ പാരായണം ചെയ്ത മുഴുവൻ കുടുംബങ്ങളും പങ്കെടുത്തു. ചടങ്ങിൽ പൂരക്കളി ആചാരനും പണ്ഡിതനുമായ പി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. എന്താണോ രാമായണ മാസം ആചരിക്കുന്നതിന് വേണ്ടി 1982 എറണാകുളത്ത് വെച്ച് ചേർന്ന വിരാട ഹിന്ദു സമ്മേളനം ആഹ്വാനം ചെയ്തത് അതുവരെ കർക്കിടക മാസം രാമായണം വായിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും ആ കർക്കിടക മാസത്തെ പഞ്ഞകർക്കിടക മാസമെന്നും കള്ളക്കർക്കിടക മാസമെന്നും മറ്റു ജോലികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന സമയമാണെന്നും അതുകൊണ്ട് എല്ലാ വീടുകളിലും തറവാടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കുന്നുണ്ടായിരുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ വിരാട ഹിന്ദു സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ദിവസം നമ്മുടെ ഹിന്ദു സംഘടനാ നേതാക്കന്മാരിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ പ്രഥമ പ്രമേയമായി ഈ രാമായണത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി രാമായണത്തിന്റെ തത്വം ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി മനുഷ്യനെന്മേലാക്കാക്കിക്കൊണ്ട് ഈ കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിൽ ആചരിക്കണമെന്നും പ്രമേയം പാസാക്കി. ഗണേശോത്സവം സമിതി പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. രാമായണത്തിന്റെ മഹത്വവും കുടുംബജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വീടുകളിൽ രാമായണ മാസത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പൊന്നാട അണിയിച്ചുകൊണ്ട് വിശിഷ്ടാതിഥികളും ക്ഷേത്ര ഭാരവാഹികളും സാർവജനിക ഗണേശോത്സവ ഭാരവാഹികളും ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ രമേശൻ വാഴക്കോട്, സെക്രട്ടറി അനിൽകുമാർ കൊളവയൽ, സാർവജനിക ഗണേശോത്സവം സമിതി ജനറൽ സെക്രട്ടറി ഗുരുദത്ത റാവു, ട്രഷറർ മുരളി, ജോയിന്റ് സെക്രട്ടറി ചക്രപാണി, ക്ഷേത്രം പ്രസിഡന്റ് ശ്രീധരൻ കൊളവയൽ, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ട്രഷറർ പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ട്രഷറർ PK ശ്രീധരൻ സ്വാഗതവും അനിൽകുമാർ കൊളവയൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഹരിപ്രസാദ് നീലേശ്വരത്തിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാനവമി ദിനത്തിൽ ശ്വേത ജഗദീഷും സംഘവും ബാംഗ്ലൂർ തീം ഡാൻസ് അക്കാദമിയും അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തങ്ങൾ ശ്രദ്ധേയമായി. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. മഹാനവമി ദിനത്തിൽ തീം ഡാൻസ് അക്കാദമി ബാംഗ്ലൂർ ശ്വേത ജഗദീഷും സംഘവും അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തവും മഹാകവി P സ്മാരകം കാഞ്ഞങ്ങാട് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ വ്യാന കളക്ഷന്റെ റീലോഞ്ച് നടന്നു. സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയും കവിയത്രിയുമായ CP ശുഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ വ്യാന കളക്ഷൻസിന്റെ റീലോഞ്ച് നടന്നു. സിനിമാ താരവും
സാമൂഹ്യ പ്രവർത്തകയും കവയിത്രിയുമായ CP ശുഭ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡിന്റെ ധ്യാന പ്രോജക്റ്റിന്റെ ലോഞ്ചിങ് ഇവിടെ നടക്കുന്നത്. ലൈഫ് സ്റ്റൈൽ വെയിറ്റുള്ള ഒരു സെക്ഷൻ, ബ്രൈഡൽ സെക്ഷനാണ് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്. പുതിയ ട്രെൻഡിനനുസരിച്ച് കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹെവി ഓർണമെന്റ്സ് ഒന്നും താല്പര്യമില്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സിന്റെ ഒരു സെക്ഷൻ. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. മലബാർ എന്നുള്ള പേരാണെങ്കിലും മലബാർ കൊച്ചി തിരുവിതാംകൂർ നടന്ന് സംസ്ഥാനത്തും രാജ്യാന്തരങ്ങളിലൊക്കെ പ്രശസ്തമാർന്ന സേവനം കാഴ്ചവെക്കുന്ന മലബാർ ഗോൾഡിന് സ്നേഹം നിറഞ്ഞ ആശംസകൾ. സിനി ആർട്ടിസ്റ്റ് വിസ്മയ പ്രൊഡക്റ്റ് ലോഞ്ച് നിർവഹിച്ചു. സ്നേഹ തമ്പാൻ, ചന്ദ്രശേഖരൻ എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സീനത്ത്, ഷർഫ്രസ, റംഷീന, രതാന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഷാജി കെ സ്വാഗതവും ജിജി മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകി ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 15 വരെ നടത്തും. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും 100 കണക്കിന് കുരുന്നുകളാണ് എത്തിയത്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ 3 മണി മുതൽ നട തുറന്നു. നവരാത്രി മഹോത്സവ നാളിലെ രഥോത്സവവും എഴുത്തിനിരുത്തൽ ചടങ്ങിനുമായി മലയാളികൾ ഉൾപ്പെടെ 10,000ങ്ങളാണ് കൊല്ലൂരിൽ എത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നീട് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രനെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലയിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വാരിയേഴ്സ് പുല്ലൂരിന്റെ 1ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചാണ് പരിപാടി നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.